അപ്പോൾ ഈ വീഡിയോ ഞാൻ ജനുവരി 20, 21, 22 എടുത്ത വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ആ ടൈമിലാണ് എനിക്ക് മോഡൽ എക്സാം ഉണ്ടായിരുന്നത്. ഞാൻ അന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനുവരി 15 എൻ്റെ എക്സാം എന്ന്. പക്ഷെ അത് പിന്നെ മാറ്റി വെച്ചു. അപ്പോൾ ജനുവരി 20 നമുക്ക് ഫിസിക്സും കെമിസ്ട്രിയും 2 എക്സാമും ഒരു ദിവസമാണ്. അപ്പോൾ രാവിലെ ഫസ്റ്റ് ബാച്ചിന് ഫിസിക്സും സെക്കൻഡ് ബാച്ചിന് കെമിസ്ട്രിയും, പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഫസ്റ്റ് ബാച്ചിന് കെമിസ്ട്രിയും സെക്കൻഡ് ബാച്ചിന് ഫിസിക്സും, ആ രീതിയിലാണുള്ളത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ബാച്ചാണ്. അപ്പോൾ നമുക്ക് രാവിലെ ഫിസിക്സാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ മുന്നേ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ തലേന്ന് സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ല. ശനിയും ഞായറും തിങ്കളും ഒന്നും നമുക്ക് സ്കൂൾ ഉണ്ടായിരുന്നില്ല. സോ അപ്പോഴൊക്കെ ഞാനിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് പഠിച്ചിട്ട് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കെമിസ്ട്രീൻ്റെ നോട്ട് ഞാൻ തലേന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കെമിസ്ട്രി നമ്മുടെ ഫിസിക്സ് എക്സാം കഴിഞ്ഞിട്ട് ഉള്ള ബ്രേക്കിൽ ഒന്ന് റിവൈസ് ചെയ്യാനേ ഉള്ളൂ. സോ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഫിസിക്സാണ് പഠിക്കുന്നത്. പിന്നെ അതിനിടയിൽ പോയിട്ടൊന്ന് മുട്ടയൊക്കെ ഒന്ന് പുഴുങ്ങാൻ വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫിസിക്സാണ് പഠിക്കാതിരിക്കുന്നത്. അപ്പോൾ ഫിസിക്സിലെ ഓരോ എക്സ്പെരിമെൻറ്റും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതുപോലെ ടാബുലാർ കോളൊക്കെ ഞാൻ അത്യാവശ്യം പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഫിസിക്സിലെ നമ്മുടെ ഹോംസ് ലോക്കും പി എൻ ജംഗ്ഷൻ്റെയും സർക്യൂട്ട് ഡയഗ്രം ഉണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചു. പക്ഷെ എന്നാലും എനിക്കൊരു തൃപ്തി കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ അതൊന്ന് വരച്ച് നോക്കാമെന്ന് വിചാരിച്ചു. സോ അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു സർക്യൂട്ട് ഡയഗ്രം ബൈ ഹാർട്ടാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കണക്ഷൻ തെറ്റില്ല. സോ നമ്മൾ അതുകൊണ്ട് സർക്യൂട്ട് ഡയഗ്രം ഫസ്റ്റ് ബൈ ഹാർട്ട് ചെയ്യാം. പിന്നെ ഞാൻ എക്സ്പെരിമെൻ്റൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെയുള്ളതൊന്ന് നോക്കി വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് ഒന്ന് സർക്യൂട്ട് ഡയഗ്രം ബൈ ഹാർട്ടാക്കി കഴിഞ്ഞാൽ കണക്ഷൻ തെറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ നന്നായിട്ടൊന്ന് പഠിക്കാമെന്ന്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളെല്ലാം ഒന്ന് എടുത്ത് വെച്ച് കാൽക്കുലേറ്ററൊക്കെ റെഡിയാണോ എന്നൊക്കെ നോക്കി. പിന്നെ കഴിഞ്ഞിട്ട് നമ്മൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഏറൊക്കെ ആകുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അതുകൊണ്ട് വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ബാഗൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ സ്കൂളിലേക്ക് പോയി. ഇപ്പോൾ സ്കൂൾ വിട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഉറങ്ങിപ്പോയിട്ടാണ്. അപ്പോൾ ഞാൻ വയ്യ രാത്രി എണീച്ചത്. അപ്പോൾ തലേന്ന് രാത്രി ഉറങ്ങി ഒരു 11 മണിക്കൊക്കെ എണീച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും 1:30 ആയപ്പോഴാണ് വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് ഇന്നാണ് മാത്സിൻ്റെ എക്സാം എന്ന് പറയാം. അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും പ്രൊസീജിയറൊക്കെ ഞാൻ ലാബ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പഠിച്ചിട്ട് പോകലുണ്ട്. സോ നമുക്ക് അത്യാവശ്യം അറിയാം. എന്നാലും എല്ലാം കൂടി ഒന്ന് റിവൈസ് ചെയ്താലേ നമുക്ക് എക്സാമിന് ഡൗട്ടില്ലാതെ ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് നോക്കാം. സമയം ഏകദേശം ഇപ്പോൾ ഒരു 1:30 ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 3:30 വരെയൊക്കെ ഇരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നോക്കാം, നമുക്ക് പറ്റുന്ന പോലെ പഠിച്ച് കഴിഞ്ഞാൽ അവിടെ ഉറങ്ങാം കേട്ടോ. കുറച്ച് സമയം ഒന്ന് ഉറങ്ങണമെന്നുണ്ട്. കാരണം അല്ലെങ്കിൽ രാവിലെ എനിക്ക് കുറച്ച് ദൂരെ ട്രാവലുണ്ട് സ്കൂളിലേക്ക്. സോ നമുക്ക് ടയേർഡാവും. സോ നമുക്ക് കുറച്ച് നേരം ഉറങ്ങണം. ഇപ്പോൾ +1 ഈ 4 ലാബുണ്ട്. പിന്നെ ഫങ്ഷൻസ്, ഇൻവേർട്ടിബിൾ ഫങ്ഷൻസും ഉണ്ട്. പിന്നെ ഇൻക്രീസിങ്, ഡിക്രീസിങ്, മാക്സിമം ആൻഡ് മിനിമം ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽ, പിന്നെ ലീനിയർ പ്രോഗ്രാമിംഗ്, പ്രോബിലിറ്റി, പിന്നെ അതുപോലെ സർക്കിൾ ആൻഡ് പരബോളയും കൂടി ഉണ്ട്. ഇപ്പോൾ 3 ലാബാണ് നമുക്കുള്ളത്, 12 ലാബ്. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ ഫസ്റ്റത്തെ 4 അത്യാവശ്യം എളുപ്പമാണ്. അതാണ് ഞാൻ നാളെ രാവിലെ നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ഞാനിപ്പോൾ പഠിച്ചു. സോ ബാക്കിയുള്ള ലാബാണ് നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത്. ഇത്ര നേരം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഫോണിൽ ക്ലാസ് കാണുന്നതുകൊണ്ട് അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പം ഞാൻ ഫ്രിഡ്ജിൽ ഒരു ഡ്രിങ്ക് കണ്ടു. സോ നമുക്കത് കുടിക്കാം. സമയം ഏകദേശം ഒരു 3:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 4 മണി വരെയൊക്കെ പഠിച്ചു. അതിന് ശേഷം ഉറങ്ങി. പിന്നെ നമ്മളൊരു 5:30 എണീച്ചത്. പിന്നെ രാവിലെ പുറത്തുനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് സ്കൂളിലേക്ക് പോയത്. അപ്പോൾ എക്സാം ഒരു ഉച്ചക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം വരെ വെറുതെ ഇങ്ങനെ സ്കൂളുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം കുറച്ച് നേരത്തെ തന്നെ ഉമ്മ കൂട്ടാൻ വന്നു. പിന്നെ എനിക്ക് പല്ലിൻ്റെ ക്ലിപ്പ് ഡേറ്റാക്കാൻ പോകേണ്ട ദിവസമാണ്. സോ അവിടത്തേക്കാണ് പോകുന്നുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് സമയം അധികം നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ആളുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ലേറ്റായിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പുറപ്പെട്ടത്. ഇരുന്നേക്ക് ഒരു ചിക്കൻ റോളും ലെയിമൊക്കെ കുടിച്ചിട്ടാണ് വന്നത്. പിന്നെ വീട്ടിലെത്തിയപ്പം കായ വരച്ചതും ചായയൊക്കെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ അങ്ങനെ കുടിച്ചിട്ട് ഉറങ്ങി. ഇപ്പോൾ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ എണീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ടൊന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് അത് പഠിക്കാനല്ലേ വേണ്ടൂ. അപ്പോൾ ഇനി നമുക്ക് പോയിട്ട് പഠിക്കാം. വേഗം തന്നെ രാത്രിയത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് നമ്മൾ കുറച്ച് നേരം നമ്മുടെ മസിൽസൊക്കെ ഒന്ന് വരച്ച് നോക്കി സോളജീൻ്റെ. പിന്നെ വേർട്ടബ്രേറ്റ്സിനും ഇൻവേർട്ടബ്രേറ്റ്സിനും പഠിക്കാനുള്ള ഓരോ പോയിൻറ്റ്സ് ഇത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ സോളജി കുറച്ചൊക്കെ പഠിച്ച് വരാമെന്ന് ഞാനിങ്ങനെ വേണ്ട പോയിൻറ്റ്സ് മാത്രം എഴുതിയെടുക്കുകയാണ് ഒരു നോട്ടിലേക്ക്. അങ്ങനെ പഠിക്കുന്നു. അപ്പോൾ ഈ ഫിഗറൊക്കെ ജസ്റ്റ് കൈനെ കൊണ്ട് വരച്ച് നോക്കി. എക്സാമിലൊന്നും വരക്കാൻ കിട്ടിയാൽ മതിയെന്നു. ഇനിയിപ്പോൾ നമ്മൾ ഇതും കൂടി പഠിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഇങ്ങനത്തെ എക്സ്പെരിമെൻ്റ് ഉണ്ടല്ലോ, ചീക്ക് എപ്പിത്തീലിയം, ബ്ലഡ് സ്മിയർ, ആൽബമിൻ, സ്റ്റാർച്ച്, ഗ്ലൂക്കോസ്, പ്രോട്ടീൻ, അതുപോലെ നമ്മൾ ബോട്ടണീൻ്റെ മോണോക്കോട്ട്, ഡൈക്കോട്ട്, റൂട്ട് സ്റ്റെമ്മൊക്കെ, അതുപോലെ CSF ആന്തർ, അതുപോലെ ഫ്ലോറലിൻ്റെ സംഭവം പഠിച്ചു. ഇത് ഓക്കെ, അതൊക്കെ ഞാനിപ്പോൾ പഠിച്ചു.
അപ്പോൾ ഇനിയിപ്പം ഉണ്ട്. ഇനി നമുക്ക് ഒരുപാട് പോയിൻറ്റ്സ് പഠിക്കാനുള്ളതാണ് ഇനി കൂടുതലായിട്ടുള്ളത്. ലാബിൽ ചെയ്യുക, അതുപോലെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് റീസൺ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനി കുറേ പഠിക്കാനുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നേരം കൂടെ പഠിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പോയിട്ട് ഉറങ്ങി. അപ്പോൾ ഒരു 1 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഉമ്മ പറഞ്ഞു അത്രയ്ക്ക് ലേറ്റ് നൈറ്റ് ഇരിക്കണ്ട, രാവിലെ എണീച്ച് പഠിച്ചോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ രാവിലെ എന്നാലും കുറച്ച് ലേറ്റായിട്ടാണ് എണീച്ചത്. സോ തിരക്കിട്ടിട്ട് സ്കൂളിലേക്ക് പോവുകയും ചെയ്തത്. അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾക്ക് മോർണിംഗിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ അതുപോലെ ഓരോ എക്സാമിൻ്റെയും എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളതൊരു റിവ്യൂ എടുക്കണം എന്നുണ്ട്, നോക്കാം. പിന്നെ അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.